മാത്രമല്ല, ഇവനെ ഈ മുതുക്കനെ കുടിയനെ കെട്ടിയാൽ എന്റെ ജീവിതം എങ്ങനെ ആയിപ്പോരും. പിന്നെ എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു, വാഴയ്ക്ക ഉണ്ടായിരുന്നു, എന്നെങ്കിൽ അങ്ങ് വലിച്ചുകൊടു. പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് വരെ നിന്റെ കബറിൽ കിടക്കണ കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടാടാ? അവ ഇപ്പൊ കുടിച്ചോണ്ട് ആക്കോലും തിരിയും. അല്ല, അവക്കുന്ന പറ്റിയതാണ് അവൻ. 50 വയസ്സായില്ലേ, 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് പെൻഷൻ മേടിക്കാം. കൊടുത്താണ്. ആരാണ് മക്കള് വളർത്തി എത്രയും കാലം? റബ്ബർ വിളയിൽ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി. നിവർത്തിയില്ലാതെ പട്ടിണി പോവല്ലായിരുന്ന പൊന്നെ നമ്മള്. നമുക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്നു. അന്ന് എവിടെ പോരുന്നടാ? എവിടെ പോരുന്ന്? നിന്റെ മോളെ പൂട്ടിയിട്ടിട്ടാണ്ടാ ഞാൻ പണിക്ക് പോണത്. എവിടെ പോരുന്നടാ തന്തേന്നൊക്കെ പറഞ്ഞ നീയൊക്കെ? ഇന്ന് വന്നേക്കണവേ എന്റെ കൊച്ചിനുമ്മ. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഒരു മഴ പിടിച്ചേട്ടാ, എന്റെ കുട്ടിക്ക് നോക്കിയപ്പോ ഡ്രസ് ഇല്ല കേട്ടാ. ഞാൻ തിരുതെന്നറിയാമോ? കുളിത്തോർത്ത് കൊടുത്താണ് നിർത്തിയിരുന്നത്. ഓ വന്നേക്കണ്. എവിടെ പോയി? നീ ചത്തായിരുന്നാടാ അന്ന്? നീ ചത്ത? ജമാഅത്ത് പറഞ്ഞില്ലേടാ നിനക്ക് ചെലവിന് കുട്ടിക്ക് കൊടുക്കാൻ? നിനക്ക് 10 മലതൊന്നും ഇല്ലല്ലോ. എവിടെ പോരുന്ന നീ? എടാ, നിന്റെ ഖബറിൽ കിടന്ന കുട്ടിയെ നീ കണ്ടിട്ടുണ്ടാ? റയ്യാനെ നീ കണ്ടിട്ടുണ്ടാ? ഹലോ ഗേസ്, അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? നെജിലയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പബ്ലിക്കിൽ വന്ന് തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അത് അവിടെ തീർക്കുക. അല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ അതിന് പിന്നെ പല പല വിമർശനങ്ങളും പല പല കാര്യങ്ങളും അതിന്റെ പിറകെ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ഈ നെജിലയ്ക്ക് മനസ്സിലാക്കി പറയാനുള്ളത് പറഞ്ഞു. ഞാൻ നെജിലായിട്ട് ഞാൻ കല്യാണം കഴിച്ച ആദ്യത്തെ വൈഫാണ് നെജില. അതിൽ എനിക്ക് ഒരു ആഘോഷനായി പോയി. രണ്ടാമത്തെ കുട്ടിയാണ് റയാൻ എന്ന് പറഞ്ഞ ഒരു മോൻ. അത് പിന്നെ കിട്ടിയില്ല. അത് അപ്പൊ എന്റെ കൂടെ ജീവിച്ചോണ്ടിരിക്കുന്ന പിന്നെ എവിടാണ് നജില. മൂന്നാമത്തെയാണ് ഈ മസ്റൂറ മോള്. ഇവളിപ്പോ വന്നിട്ട് ഇരിക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം രണ്ടാമത്തേത് അങ്ങനെ സംഭവിച്ചു പോയി. അത് ഇവളെ വാപ്പായും ഉമ്മായും ഇവളും മറച്ചു വെച്ചു. അത് ഇവക്ക് ഒരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ മാഡത്തിന്റെ നേരത്തെ പറഞ്ഞു. മാഡം അല്ല, സഹോദരി എന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ ബീനെന്ന് വിളിച്ചാ മതി. അത് ഓക്കെ, അത് അങ്ങനെ പറയാം. അപ്പൊ ഇവള് ഈ പിന്നോട്ടല്ലായിരുന്നു, തൊളിക്കുടിയിലായിരുന്നു. തൊളിക്കുടിയിൽ ഇരിക്കുമ്പം പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. അപ്പൊ അന്ന് അവർക്ക് 17 വയസ്സേ ആയുള്ളൂ. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു ബന്ധം വന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അവളുമായിട്ട് പിന്നെ ഇത് വന്നിട്ട് കല്യാണം കഴിച്ച് ആദ്യ രാത്രി എന്റെ അടുത്ത് പറഞ്ഞു അത് സീക്രട്ട് ഞാൻ പിന്നെ പറയാം. അതില് വേറൊരു ടെസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അത് നജില തന്നെ പറയുന്നുണ്ട്. അല്ല റഹീമേ, ഞാൻ ഒരു കാര്യം പറയട്ടാ. പിന്നെ റഹീം ഭായ്, ഞാനൊരു കാര്യം പറയട്ടാ. ഇപ്പോ മോളുടെ സംരക്ഷണം അല്ല, ഇപ്പൊ നിങ്ങളുടെ മോള് വേറൊരാളുടെ കൂടെയാണ് ഉള്ളത്. അല്ല, ഇതിനു മുമ്പും വേറെ ആളെ കൂടെ തന്നെ. ഞാൻ ഒരു കാര്യം പിന്നെ സദാവറിന്റെ കൂടെ ആദ്യം പാപ്പാന്ന് വിളിപ്പിച്ചത്. പിന്നെ പ്രേക്ഷകര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് റഹീമേ, അല്ല റഹീം ഭായ്, പ്രേക്ഷകര് അറിയാൻ ആഗ്രഹിക്കുന്ന. പിന്നെ ഇപ്പം പിന്നെ ഷാൻ എന്ന് പറഞ്ഞ അവനെ പിന്നെ പാപ്പാന്ന് വിളിപ്പിച്ചു. പിന്നെ മോക്ക് എങ്ങനെ അറിയാം? മോള് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ ഒരിക്കലും വാപ്പാന്ന് വിളിക്കും. എന്നാ ഈ തള്ളക്ക്, ഈ മുതുകളവി, ഈ അവരാതി എന്നാ എന്റെ അടുത്ത് പറഞ്ഞൂടെ? അവള് പറയൂല. അവളെ വാപ്പായും ഉമ്മായും പറയാണ്. അവക്ക് അതൊന്നുമല്ല, അവക്ക് കാമപ്രാന്താണ്. എന്റെ അടുത്ത് പറഞ്ഞ 10 തവണ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ. പിന്നെ റഹീം ഭായ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതല്ല ഒരു മിനിറ്റ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മസ്റൂറ മോള് നിങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. വീഡിയോ കോളിൽ നിന്നിട്ട് ഇവള് 1 മാസം മുമ്പ് ഞാൻ മേഡത്തിന്റെ അടുത്ത് പറഞ്ഞില്ലേ, അല്ല താത്താന്റെ അടുത്ത് പറഞ്ഞില്ലേ, 1 മാസം മുന്നേ തന്നെ ഇവള് എന്നെ വിളിച്ചിട്ട് എന്റെ മോളെ കൊണ്ട് ഇവള് സംസാരിപ്പിച്ച് എന്റെ അടുത്ത് പറഞ്ഞ ആരട്? അത് റഹീം. റഹീം ആര്? എന്റെ വാപ്പച്ചി.
എന്ന് മോള് പറഞ്ഞു. അപ്പൊ മോൾക്ക് അറിഞ്ഞൂടെ വാപ്പ ഈ ആദ്യത്തെ വാപ്പ വിരട്ടിപ്പിച്ച് നിൽക്കുകയല്ലേ, പേടിപ്പിച്ച് നിൽക്കുകയല്ലേ. ഇവള് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആളൊന്നുമല്ല. ഇവള് ഈ കൊച്ചുങ്ങളെ കാണാൻ വേണ്ടി അവരെ വിരട്ടി അങ്ങ് നിർത്തും. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടാ. ഈ പിന്നെ മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലില് പിന്നെ ഈ നിങ്ങളുടെ മോളെ കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ മോളെ നിന്റെ വാപ്പ ആരാണ് എന്ന് ചോദിച്ച് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് താങ്കൾ കണ്ടിട്ടുണ്ടാ? അപ്പൊ ആ മോള് പറയുന്നുണ്ടായിരുന്നു സനോഫർ ആണ് എന്താ ഷംസുദ്ദീൻ ആണ് എന്റെ വാപ്പ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് പറയുന്നു? ഞാനാണ് ആദ്യമായിട്ട് അവളെ കെട്ടിയത്. ഈ നെജിലായെ കെട്ടിയ ആദ്യ ഭർത്താവ് ഞാനാണ്. എന്റെ ഉണ്ടായതാണ് റഹിയാൻ എന്ന് പറഞ്ഞ അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് റഹീം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇവളെ ഞാൻ കെട്ടി ആഘോഷനായിട്ട് ആദ്യം ഒരു കൊച്ചു കിട്ടിയില്ല. രണ്ടാമത്താണ് റഹിയാൻ മോനെന്നും പറഞ്ഞൊരു മോനെ കിട്ടി. അതിൽ ഇവള് പറയുന്ന കള്ളമാണ്. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇവളെ ഇത് ഞങ്ങൾക്ക് കയ്യിൽ വെള്ളയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ വാപ്പായ്മ ഇപ്പൊ പറയുമല്ലോ, പണ്ട് പറയില്ല, ഇപ്പൊ പറയുമല്ലോ. ഞാൻ അവിടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പൊ ഇവക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. ഇവക്ക് പിന്നെ ന്യൂട്രസില എന്താ പറയാ ഒരു ഓപ്പറേഷൻ ചെയ്ത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു സേറ്റ് വലിച്ചിട്ടാണ് കള്ളു കുടിച്ചിട്ടാണ് ഈ കൊച്ചിനെ നഷ്ടപ്പെട്ടെന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ അതൊന്നും അല്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇവര് തന്നിട്ടില്ല. ഇവളെ ഉമ്മായും തന്നിട്ടില്ല, ഇവളും തന്നിട്ടില്ല. അപ്പൊ ഈ ഇവക്ക് നെഞ്ചിലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ബിഹാറായി പിന്നെ ഈ സനവറിന്റെ കൊച്ചുണ്ടല്ലോ ബിഹാറായി എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പാട്ട് വന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഈ മസ്റൂറ മോൾക്ക് 2 ലക്ഷത്തിന്റെ സ്വർണം എന്ന് പറഞ്ഞും കൊണ്ട് ഈ മസ്റൂറ അല്ല നജില ഒരു ദിവസം ഹദിയ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊലുസും മാലയും എന്താണ് എന്റെ ആൾക്കാരും കൊടുത്താണ്. അല്ലെങ്കിൽ അവള് പറയട്ടെ, ഇപ്പൊ വന്നിട്ട് പറയട്ടെ. അത് പിന്നെ റഹീമ വാങ്ങി കൊടുത്തതാണോ? എല്ലാം ഞാൻ വാങ്ങി കൊടുത്താണ്. ആ 2 ലക്ഷത്തിന്റെ സ്വർണം. അപ്പൊ അന്ന് എന്തുകൊണ്ട് റഹീം അത് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായില്ല? വേണ്ട, നമ്മളെ മക്കൾക്കും പിന്നെ അവക്കും കൊടുത്തല്ല. ആദ്യം കൊടുത്ത് ഈ പിന്നെ മകൾ കൊടുത്ത 3.5 പവൻ കൊടുത്തു. പിന്നെ 7.5 പവനോളം എന്റെ ഉമ്മായും പെങ്ങളും എന്റെ നാത്തുമാരും എന്റെ ആളിയനും എന്റെ വലിയ കുടുംബം ഇവിടെ പറയുന്നുണ്ടല്ലോ ആ ചാനലിൽ, അതിവിടെ നോട്ട് ദ പോയിന്റ്. എന്റെ വലിയ കുടുംബമാണ് എല്ലാം കൊടുത്താണ്. എന്നിട്ടാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഇവിടെ ആറ്റെ പൊന്നേന്നും പറഞ്ഞ് അവിടെ ATM കാർഡ് വരെ 2,20,000 രൂപ. ഇനി ഇപ്പഴേ എനിക്ക് ഓർമ്മയുണ്ട്. 2,24,000 രൂപ ATM കിടക്കുമ്പോഴേ ഇവിടെ പിന്നെ കൊടുത്തിട്ട് ഞാൻ രാത്രി പോകുന്നത് ഗൾഫിൽ. രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞ നീ മാടത്ത് ഒന്നും ചോദിക്കണം, നിന്റെ ചെലവിനുള്ള പൈസ ATM നമ്പരും കൊടുത്തു. അവളെ അമ്മായി എന്ന് വിളിച്ചു നോക്ക്. അവളാ കൈരളിയില് അവള് തന്ന 25 പവൻ ഞാൻ കൈരളിയിൽ അങ്ങ് ഇട്ടോളൂ. ഞാൻ പറഞ്ഞു നിനക്ക് 800 രൂപ അത് ഡെപ്പോസിറ്റ് ചെയ്ത് തരാന്നോ. അപ്പൊ അവളെ അമ്മായും പറഞ്ഞ ഈ സ്വർണം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. അത് സത്യം, ഇരിക്കു ഭൂമിയായിട്ട് ഞാൻ പറയാം. 25 പവൻ അവള് എനിക്ക് തന്നു. ഇതാണ് പറയുന്നത്. 25 പവൻ ഞാൻ പറഞ്ഞ മാമി ഇതും കൊണ്ട് ഞാൻ എന്റെ വീട്ടില് കെട്ടുറപ്പില്ല, പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു മാമായും കൂടെ എന്റെ അടുത്ത് പറഞ്ഞു. ഇവള് നജിലായും കൂടെ പറഞ്ഞു കൈരളിയിൽ നിന്ന് മേടിച്ച സ്വർണ്ണമാണ് നമുക്ക് അതിൽ ഡെപ്പോസിറ്റ്. ഇവളെ പേരിൽ ATM പിന്നെ അക്കൗണ്ട് ഇട്ടിട്ട് കൈരളിയില് ഫുള്ള് സ്വർണം ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത്ര 7 ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മാമി എന്ത് ചെയ്യണം? അവ പറഞ്ഞു അവളെ അക്കൗണ്ടിൽ ഇട്ടൂടെ 800 രൂപ 900 രൂപ അവൾക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അടി മേജില ഈ ഒരു കാര്യം ഇത് പിന്നെ ഇപ്പുറത്ത് പോയിട്ട് ഒരു പിന്നെ അക്കൗണ്ട് ഇടുന്നു. അതിൽ കല്ലമ്പലത്ത് ഇപ്പുറത്ത് പോയിട്ട് അവള് അക്കൗണ്ട് ഇടും. ഇത് ഫുള്ള് പൈസ അവളെ പേരിൽ തന്നെ ഇട്ടു. നിങ്ങൾ ശരിക്ക് തൊലാക്ക് ചൊല്ലുമ്പോഴേ ഞാൻ പറയുന്ന കേൾക്കണം, ഒരു മിനിറ്റ്. അങ്ങനെ അത് സ്വർണ്ണം ഇട്ടു കൊടുത്തു. അപ്പൊ മാമിയാണ് എന്റെ കൂടെ വരുന്നത്, അതായത് ഇവിടെ ഉമ്മയാണ് എന്റെ കൂടെ വരുന്നത്, നെജിലയും കൂടെ വരുന്നത്. ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി എന്തേലും വേണം?
അപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് 800 രൂപ കിട്ടൂല ബെനിഫിറ്റ്, 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് 7.5 ലക്ഷം രൂപ കിട്ടൂല. അവള് തന്ന സ്വർണം, അതായത് ഇവളമ്മായി ഇപ്പൊ പറയുന്നില്ലേ, ആഡംബരമായിട്ട് പറയുന്നില്ല എനിക്ക് തന്നെന്ന് പറയുന്നു. ഒന്നും എടുത്തിട്ടില്ല. 7.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് നജിലയുടെ പേരിലിട്ട് ഇടുന്നു പറഞ്ഞു. 15 ലക്ഷം രൂപ എനിക്ക് തരാന്ന് പറഞ്ഞു. എന്റെ വാപ്പ അവിടെ പോയി, പിന്നെ ഇവള് പറഞ്ഞ കള്ളനോണ വാപ്പ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. എന്റെ വാപ്പ അവിടെ പോയിട്ട് പറഞ്ഞു 15 ലക്ഷം രൂപ എന്റെ മോനിക്ക് എഴുതി. ഇതുവരെ അവരെഴുതി വെച്ചിരുന്ന 7 വർഷം ഞാൻ അവളിവിടെ ജീവിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. അപ്പൊ ഇവിടെ വാപ്പ എന്റെ ഈ മോനെ ഒരു നെജിലയുടെ ആദ്യ ഹസ്ബൻഡ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്റെ മകളെ ഓർത്തിട്ട് ആകുലപ്പെട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ നെജില അദ്ദേഹവുമായിട്ട് ആദ്യ ഹസ്ബൻഡുമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം 2-3 വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു ആദിയാണോ ഇപ്പോഴദ്ദേഹത്തിനുള്ളത്? നിന്റെ മുഴു കുടി കാരണമാണ് നീ ഇപ്പഴും നാക്ക് തിരിയുന്നില്ലല്ല. നിനക്ക് ഇവക്കുണ്ടായിരുന്ന ഒരു ഹാർട്ടിന് ഹോള്. എടാ ഞാൻ 10 വയസ്സായടാ പുണ്ടച്ചി മോനെ, നിനക്ക് ഞാൻ കൊണ്ടുവന്ന് ഇട്ട് തന്നാടാ. ഉമ്മായും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത നീ ഇപ്പൊ ഏതൊരു വേഷിയം കൊണ്ട് നടക്കുന്നു. നീ 4-ാം കാലിൽ നടക്കണം. നിന്റെ അടുത്ത് മോളെ വിശ്വസിച്ച് എങ്ങനെ തരോടാ? ബീൻ കുണ്ടി പറയണ്. അവളാര് എന്റെ ജീവിതം അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മിഠായി. ആ മോള് സംസാരിക്കും. മോള് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മസ്റൂ മോളടുത്ത് ചോദിക്കാം. എന്തിടാ അവൾക്ക് സംസാരിക്കാൻ അറിയാം, സംസാരിച്ചോ. റഹീമേടാ ലൈവിൽ കയറാ, റഹീമേടാ ലൈവിൽ കയറ്, മുതുക്ക ലൈവിൽ കയറാ. എന്നെ കെട്ടുമ്പോ എനിക്ക് 17.5 വയസ്സും അവനിക്ക് 33 വയസ്സും ഉണ്ട്. അവന് 10 തവണ വാഴക്കേര മൂട് കുടിച്ചിട്ട് ലഹാനില്ലാതെ നടക്കണോ? മക്കളെ സംസാരിച്ചിട്ട് റഹീമിനെ പറ്റി പറഞ്ഞൂടെ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല, മാത്രല്ല എനിക്ക് ചെലവിന് തന്നിട്ടുമില്ല. നിനക്ക് സ്വർണം തരപ്പ അയച്ചു തന്നാവൈ? ഇല്ല. നിനക്ക് നമുക്ക് ഹതി കെട്ടിയ സ്വർണം അവ അയച്ചു തന്നതാണ്? അല്ല. അവക്ക് 40-ന് അവൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു 1.5 പവന്റെ കുലുസും ഇതും. എനിക്ക് 7.5 പവന്റെ പറയല്ല അവൻ കൊണ്ടിട്ടത്. പറഞ്ഞുതരാം. 2 ലക്ഷം പ്രചാരം കൊടുത്ത് അവനിക്ക്. അവൻ എനിക്ക് കൊണ്ട് ഇട്ട് തന്നത് 3/4 പവന്റെ ഒരു വള, അവന്റെ 3 നാത്തൂമാരെ കൊണ്ട് ഒരേ മോതിരം, പിന്നെ മേല് ബദറാക്ക തന്നത്, കല്യാണം നടത്തി അങ്ങേര് തന്നത് ഒരു ചെറിയ 1/2 പവന്റെ കമ്മലും 3/4 പവന്റെ ഒരു കൈച്ചേനും. അങ്ങനെ 7 പവൻ എങ്ങനെ ആവണടാ? നിനക്ക് ഞാൻ ഗൾഫില് 1 ലക്ഷം രൂപ അയച്ചു തന്നതിന് പ്രൂഫ് ഇപ്പോഴും ഉണ്ട്. നീ കുടിച്ചോണ്ടല്ലേടാ തൊലാക്കിയല്ലിയത്? ഓ ബീനമ്മച്ചി ആരുവാ അവക്ക് മറ്റേ നെജില പറയുന്നുണ്ട് ആ മകൾക്ക് ചെലവിന് പോലും കൊടുക്കത്തില്ല എന്ന്. എന്നിട്ട് എന്തിനാണ് ഇപ്പൊ ഈ ആദ്യം കാണിച്ചിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നെജില ആ മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. 2 കെട്ടിയോ 3 കെട്ടിയോ 4 കെട്ടിയോ എന്തോ ആയിക്കോട്ടെ, ആ മക്കളെ സുരക്ഷിതമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവരുടെ ജീവിതം അവർ എൻജോയ് ചെയ്യട്ടെ. ചെയ്തു കൊടുക്കും. അവക്ക് ഇന്നൊരു ഉപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. എടാ 4.5 വർഷം ഞാൻ ഇപ്പം ഇരുന്നടാ. നിന്റെ അടുത്ത് മഴ പിടിച്ച് എനിക്ക് പാലെടുപ്പില്ലായിരുന്നു. നിന്റെ മോളെ കൊണ്ട് ഞാൻ ചെലവിന് ചോദിപ്പിച്ച് നീ തന്നിട്ടുണ്ടാടാ. നിനക്ക് 500 രൂപ കുഴിമന്തി ഇന്ന റബ്ബർ കേട്ടേക്ക. ഇവനെ ഒരു ദിവസം എന്നെ വിളിക്കണ്, മൂസിനായി ഞാനും കൂടെ കോൺഫറൻസിലുണ്ട്. ഇവൻ 500 രൂപ നാക്ക് പോലും തിരിയണില്ല, കുടിച്ച് ലഹാനില്ല. ഭാര്യ കളഞ്ഞിട്ട് ഇവിടെ ലുലുമാളിലാണ് ജോലി. അവക്ക് ഒരു 500 രൂപ അയച്ചു തരുമോ? നീ വിളിച്ച് ഓർഡർ പറഞ്ഞ സ്പൈസിയില് ജഡായുവിന്റെ എവിടെയാണ് സ്പൈസി കട, ഇത്തിരി ഫുഡ് ഓർഡർ ചെയ്ത മന്തി തന്നെ വേണം 500 രൂപ. ആ GPay നമ്പരും തന്നു. അങ്ങനെ ഉള്ള അവനെ